ഹായ് പ്ലസ് വൺ മക്കളെ, ക്രിസ്മസ് എക്സാം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 സബ്ജക്ട്സ് നിങ്ങളെ സംബന്ധിച്ചോളം കടന്നു പോയിട്ടുണ്ട്. മാത്സ് കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു, സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞു, ഇംഗ്ലീഷ് കഴിഞ്ഞു. ഈ 4 സബ്ജക്റ്റുകളിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് എല്ലാവരും ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ഓവറോൾ നമുക്കൊരു ട്രെൻഡ് മനസ്സിലാവും, ഏതാണ് കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതിനാണ് കുറവ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടും അല്ലേ. എല്ലാവരും കമന്റ് ചെയ്യണം, ഒരാളും വിട്ടുപോകരുത്. റെഡി. അടുത്ത നമ്മുടെ മുമ്പിൽ ഇതേ ഇങ്ങനെ തന്നെ പ്ലസ് വൺ ഫിസിക്സ്. ഇതിന് യാതൊരു തർക്കമില്ല, ഇങ്ങനെയാണ് നിങ്ങൾക്ക് സത്യത്തിൽ ഏറ്റവും വലിയ കടമ്പ. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലോട്ട് വരുന്ന സമയത്ത് ബാക്കി സബ്ജക്ട്സിലൊക്കെ പല പാഠങ്ങളിലും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. ചില ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതിലുപരി ഫിസിക്സിന്റെ കേസിൽ നിങ്ങൾ 10ാം ക്ലാസ് ഇവിടെയാണെങ്കിൽ പ്ലസ് വൺ ഫിസിക്സ് ഇവിടെയാണ് അല്ലേ, വലിയൊരു ചാട്ടം നിങ്ങൾ ചാടേണ്ടി വരും. ആ മാത്സ് പാർട്ട് ആണെങ്കിലും ഡെറിവേഷൻ പാർട്ട് ആണെങ്കിലും ഫിഗർ ആണെങ്കിലും തിയറി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും ഉണ്ട്, പേടിയുണ്ട്, ഒക്കെ അറിയാം. അതിൽ എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഫിസിക്സ് അല്ല എനിക്ക് ഇതല്ല, ഇതിനേക്കാൾ എളുപ്പമുള്ള സബ്ജക്ട്സ് വേറെ ഉണ്ട് എന്നുള്ള, ഇതിനേക്കാൾ ടഫുള്ള സബ്ജക്ട്സ് വേറെ ഉണ്ട് എന്നുള്ള ആൾക്കാർ അതും കൂടി ഇത് കമന്റ് ചെയ്യണേ, അറിയാനാണ്. റെഡി. അപ്പോൾ ഫിസിക്സ് എങ്ങനെ ടാക്കിൾ ചെയ്യണം? കൃത്യമായിട്ട് പ്ലാൻ ഉണ്ട് മക്കളെ എജുപോണിന്റെ കയ്യിൽ. അപ്പോൾ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ലൈവ് ക്ലാസ്സുകൾ. ആസ് യൂഷ്വൽ ഒരുപാട് ലൈവുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ലൈവുകൾ ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ ഇനി ലൈവ്സ് ഉണ്ട്, അത് തരും. പിന്നെ ഷുവർ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താൽ ഓരോ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുള്ള ഒറ്റ വീഡിയോ, ഓരോ ചാപ്റ്ററിനും ഒരു ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്തേതാ ഓൾ ഇക്വേഷൻ, എല്ലാ ചാപ്റ്ററിനുള്ള ഇക്വേഷൻസ് ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരിക്കും. ഓൾ ഡെറിവേഷൻ, എല്ലാ ചാപ്റ്ററിന്റെയും ഡെറിവേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒറ്റ വീഡിയോ ഉണ്ടാവും. ഇനി വേറെ എന്തെങ്കിലും വേണം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ അതും ഞങ്ങൾ തരും കേട്ടോ. നിങ്ങളുടെ റിക്വസ്റ്റ് ഏതാണോ അതിനുള്ള പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കേട്ടോ, അതും കൂടി പറയാം. അപ്പോൾ എന്തെങ്കിലും ഇനി ഇതല്ല സാർ ഞങ്ങൾക്ക് വേറെ എക്സ്ട്രാ വേണമെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. റെഡി. അടുത്തത് ലൈവ്സിനെ കുറിച്ചാണ് മക്കളെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലൈവ് മെഗാ മാരത്തോൺ ആയിരിക്കും. മെഗാ മാരത്തോൺ എന്ന് പറഞ്ഞാൽ ആ ഒറ്റ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ടോപ്പിക്സ്, കംപ്ലീറ്റ് ചാപ്റ്റർ റിവൈസ് ചെയ്യും. അപ്പൊ അതെന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയോ, മൺഡേ 18ാം തീയതി മൺഡേ. സമയം നിങ്ങൾ മൈൻഡ് ചെയ്യുക, 3 മണിയാണ് കേട്ടോ. 3 മണിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്, 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ ഇവിടെ കാണാൻ പറ്റും, ഒരാളെങ്ങനെ സർപ്രൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാരെന്ന് ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? കുറെ പേർക്ക് ഓൾറെഡി ഈ ചിത്രത്തിന്റെ ഷേപ്പ് കണ്ടാലേ അറിയാം. നിങ്ങൾ കമന്റ് ചെയ്യുക, വേഗം കമന്റ് ചെയ്യണം. അതായത് മിസ്റ്ററി പേഴ്സൺ, അതായത് മിസ്റ്ററി ടീച്ചർ ആരാ? റെഡി. ഫിസിക്സ് അല്ല, മാത്സിൽ നിന്ന് ഒരാളെ കൊണ്ട് കടത്തിട്ടുണ്ട്, ഇങ്ങനെ അജാ സാറാണ്. ആ ഒരു മിസ്റ്ററി ടീച്ചർ ഉണ്ടാവും കേട്ടോ, നിങ്ങൾ പറയാലോ. ഇനി മറ്റൊരു ലൈവും കൂടി ഉണ്ട് എക്സാമിന്റെ തലേ ദിവസം. അതായത് എന്താണ്, വെനസ്ഡേ ഒരു ലൈവ് ഉണ്ട്. വെനസ്ഡേ എന്താണ്, നമ്മളൊരു 60 ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തൊരു ലൈവ് ഉണ്ടായിരിക്കും. ആ ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഈ 2 ലൈവിന്റെ ലിങ്ക് താഴെ ഞാൻ ചാറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, പോയിട്ട് ലൈക്ക് അടിക്കണേ. റെഡി. തീർന്നില്ല, പോലെ ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യുക. സാർ എല്ലാ ചാപ്റ്ററും വേണം, അതന്നെ ആയിരിക്കും ഓബിയസ് റിക്വസ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് ആദ്യം ഏത് വേണം അതാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. നമ്മൾ ഓർഡറിൽ 1 by 1 തരും കേട്ടോ. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാണാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അതിലൂടെ ഒക്കെ ഞങ്ങൾ ഗോ ത്രൂ ചെയ്യും, അതിനനുസരിച്ചുള്ള അപ്ഡേറ്റ്സ് തരും. സോ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക കേട്ടോ.